പ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന ഏവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. സഭായോഗമായിട്ട് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയല്ലോ. ഇത് രണ്ടാമത്തെ ഒരു മെസ്സേജായി രണ്ടാമത്തെ ഒരു മെസ്സേജായി രാത്രിയിലും നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കിയതോട് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നേ ഒരു സൂം മീറ്റിംഗ്, അതായത് ഞങ്ങളുടെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിലും കൂടി വരുന്ന ഒരു സൂം മീറ്റിംഗ് ഞാനൊരു മെസ്സേജ് കൊടുക്കാൻ ഇടയായി തീർന്നു. വളരെ അവർക്ക് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയായി തീർന്നു എന്ന് പറയാനിടയായി. ഹിന്ദിയിലാണ് കൊടുത്തത്. അപ്പൊ അതേ സെയിം സബ്ജക്ട് തന്നെ ഇന്ന് രാത്രി മലയാളത്തിൽ നൽകാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പരിമിതമായിട്ടുള്ള സമയം നിങ്ങളുടെ മുൻപാകെ ഉള്ളൂ, എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ ദീപാവലിയുടെ സമയം ശരണപ്പെടുന്നു. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. എല്ലാവർക്കും പരിചിതമാകുന്ന ഒരു വചനമാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾ വായിച്ചു കൂടി കേൾപ്പിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും എന്റെ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. വേഗത്തിൽ എടുത്തവർക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. 3-ാം നാൾ ഗലീലയിൽ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഗലീലയുടെ കാനാവാണ്. രണ്ട് ദേശത്തെ കുറിച്ചുള്ള സബ്ജക്റ്റ് ആണ് ഇന്ന് രാത്രികാലം നിങ്ങളോട് കർത്താവിൽ ആശ്രയിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാനായുടെ കല്യാണത്തെ കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ എന്നിലും ശക്തമായിരിക്കുന്ന ദൈവദാസന്മാർ അതിന്റെ പൊരുളുകളൊക്കെ നമുക്ക് ഈ HM മെഡിലിസ്റ്റ് പ്രയർ ടവറിന്റെ തണലിനകത്ത് തന്നെ പല മെസ്സേജ് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്റെ സബ്ജക്റ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാനായിലെ കല്യാണമല്ല, ഗലീലയുടെ കാന. ഈ രണ്ട് സബ്ജക്റ്റ് ആണ്. ഒന്ന് ഗലീലയും രണ്ടാമത് കാനായും. നിങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കേൾക്കുന്നവരാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അധിക മുഖവരകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ ശുശ്രൂഷയുടെ ആദ്യത്തെ പടി ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അത്ഭുതത്തിന്റെ ആരംഭമായിട്ടാണ് ഗലീലയുടെ കാനാവിൽ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് 2-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അതിന്റെ അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നോക്കണമേ, വിശ്വാസമില്ലാതിരിക്കുന്ന വിശ്വാസികൾക്ക് വിശ്വാസം കൊടുക്കുവാൻ കൂടി ഗലീലയിലേക്ക് രംഗപ്രവേശനം നടത്തിയ യേശു കാനായുടെ പ്രാന്തപ്രദേശങ്ങളുടെ മേൽ കടന്നു വന്നിട്ട് ഒരു അത്ഭുതം നടത്തിയത് വിശ്വാസത്തിൽ നിന്നും ഇന്നുവരെ വിശ്വാസം എപ്രകാരം വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കാതെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക് അഗാധമായി ഉറപ്പിക്കുകയും കൂടി അത്ഭുതങ്ങളിൽ കൂടി നടത്തുവാനിടയായി തീർന്നു. 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള വിശ്വാസവും സഭകളൊക്കെയും ഉടലെടുത്തത് അത്ഭുതങ്ങളിൽ കൂടിയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ മേഖലകളിൽ എനിക്കറിയാം, വർഷക്കാലം കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഭൂതങ്ങളെ ശാസിക്കുമ്പോൾ ആ ഭൂതങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നത് നമുക്കല്ല, കാണികളായിരിക്കുന്ന വ്യക്തികൾക്ക് കൗതുകവും അത്ഭുതവും വിശ്വാസത്തിന് കാരണവുമാകുന്ന ഒരു കാലഘട്ടം ഞാനിപ്പോൾ ഈ വചനം പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്. യേശുവിന്റെ പേര് പറയുമ്പോൾ ഭൂതങ്ങൾ മാറുന്നു. അങ്ങനെ ഭൂതങ്ങളെ കാണുവാൻ കടന്നു വന്നവർക്കും വിശ്വാസം ചൊലിക്കുന്ന തലങ്ങളുടെ മേൽ കാലഘട്ടങ്ങൾക്ക് മുന്നമേ ഞങ്ങളിൽ കൂടി പലവിധമായിട്ടുള്ള ശുശ്രൂഷകൾ കർത്താവ് ചെയ്തപ്പോൾ ഈ അത്ഭുതങ്ങളെല്ലാം അന്ധവിശ്വാസത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ വിശ്വാസത്തിലേക്കും അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പാപത്തിലും ബഹുദൈവ വിശ്വാസത്തിലും ആയിരിക്കുന്ന വ്യക്തികളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓരോ ഗ്രാമങ്ങളിൽ 50-60 ആൾക്കാരെയൊക്കെ കൂട്ടിച്ചേർക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ആദ്യഘട്ടങ്ങളെല്ലാം അത്ഭുതങ്ങളിൽ കൂടിയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്തുകൊണ്ട് അത്ഭുതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് അത്ഭുതങ്ങളിൽ കൂടി ജനം വിശ്വസിച്ച് ഉറയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത്ഭുതങ്ങളൊക്കെ ഒരു ആചാരമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ഒരു ആചാരമാകുന്ന ഒരു കാലഘട്ടത്തില്. എവിടെയൊക്കെയാണ് ദൈവത്തിന്റെ അത്ഭുതം ആചാരമാകുന്നത് അവിടെയൊക്കെയും ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, ഞാൻ ഉയർക്കപ്പെട്ട സകലവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് അത്ഭുതം ചെയ്യുവാൻ നടത്തുന്ന വ്യക്തികളെ ഉയർത്തുകയാണ്. അവരുടെ പേരും അവരുടെ സംഘടനയുടെ വലിപ്പം, അവരുടെ പേരിന്റെ പെരുപ്പവും
പ്രൈസലോ ഉയർത്തി കാണിക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. മനുഷ്യരെ ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. യേശു ഇന്നേക്ക് 2025 വർഷത്തിന് മുൻപേ ഗലീലയുടെ പ്രാന്തപ്രദേശത്ത് ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് സകല വിശ്വാസികളുടെ മുൻപാകെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട്: ഞാനോ ഉയർക്കപ്പെട്ടാൽ, ഞാനോ ഉയർക്കപ്പെട്ടാൽ. ഈ ഞാനാര? യേശു. ദൈവം. യേശു ഉയർക്കപ്പെട്ട സകലവരും അവങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് എന്തുകൊണ്ട് യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല? ഇന്നെല്ലാവരും മനുഷ്യരെങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയാ. മനുഷ്യനൊരു വശീകരണ വലയമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ പിശാചിന്റെ കൈവെള്ളയിലെ വലയമാക്കി ഒരു റിമോട്ട് കൺട്രോൾ ആക്കിക്കൊണ്ടിരിക്കുകയാ. യേശുവിലേക്ക് തിരിക്കേണ്ട മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ മേലും സംഘടനയുടെ വലിപ്പങ്ങളുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ അന്ത്യകാലഘട്ടത്തിൽ പിശാച് തന്ത്രം മനഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മഹത്വത്തിലേക്ക് വഴിതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് പകൽക്കാലം യേശുവിനെ ഉയർത്തപ്പെടുന്ന രാത്രികാലമായി തീരുന്നുവെങ്കിൽ തീർച്ചയായും അനേക വ്യക്തികളിൽ യേശുവിലേക്ക് വഴി നടത്തുവാൻ ഇടയായി തീരുമെന്ന് ഈ പ്രാരംഭ സമയത്ത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഓക്കെ, ഇവിടെ ശിഷ്യന്മാരെ ഉറപ്പിക്കുവാനുണ്ടായത് അത്ഭുതമാണെന്ന് 11ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ കാനായിൽ വെച്ച് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അടയാളങ്ങളുടെ ആരംഭമായിട്ട് ആദ്യത്തെ പ്രവൃത്തിയായ യേശു അവിടെ വെളിപ്പെടുത്തി. ഈ കാനായിൽ തന്നെ വെളിപ്പെടുത്തുവാൻ ഒരു സംഗതി ഉണ്ടെന്ന്. ഈ കാനായി സ്ഥിതിയിരിക്കുന്ന എവിടെയെന്നറിയാമോ? ഗലീല എന്ന് പറയുന്ന ഒരു പ്രാന്ത പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാനായി എന്ന് പറയുന്നത്. അപ്പൊ ഗലീല എന്ന് പറയുന്നത്. അപ്പൊ ഗലീലയെ പഠിക്കണമെങ്കിൽ ഇസ്രായേലിനെ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഒരു അല്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ മാത്രമേ എന്റെ മെസ്സേജ് നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കേണ്ട വിധം എനിക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ കാനായെ പഠിക്കുന്നതിന് മുമ്പേ ഗലീല പഠിക്കണം. ഗലീല പഠിക്കുന്നതിന് മുമ്പേ ഇസ്രായേൽ എന്നത് പഠിക്കണം. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ രാജ്യമായതിനു ശേഷം നമ്മുടെ പാർക്കുന്ന എല്ലാ രാജ്യങ്ങളുടെ മേലും സ്വന്തം അതാത് സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകൾ അതാത് ജില്ലകളുണ്ട്. ജില്ലകളും സ്റ്റേറ്റുകളും അടങ്ങുന്നതാണ് ഒരു രാജ്യമായി തീരുന്നത്. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മൾ ഇസ്രായേലിനെ പഠിക്കുന്നുണ്ട് എങ്കിൽ ഇസ്രായേലിന് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന രീതികളിൽ ഒന്നുമില്ല. ഇസ്രായേലിൽ എല്ലാം ഡിസ്ട്രിക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഗൂഗിളിൽ ഈ മെസ്സേജിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് ഗൂഗിൾ ഒന്ന് ഞാൻ തപ്പിയിട്ട് ഇസ്രായേലിന്റെ ഇസ്രായേൽ ആകുന്ന മഹാരാജ്യത്തിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റുകളെ ഞാനൊന്ന് പഠിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്: ഇസ്രായേലിനെ സ്റ്റേറ്റ് ആയിട്ട് വിഭജിച്ചിട്ടില്ല. പിന്നെ ഡിസ്ട്രിക്റ്റുകളായിട്ട് മാത്രം, ജില്ലകളായിട്ട് മാത്രമാണ് വിഭജിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ജില്ലകൾ വെറും 6 ജില്ലകളാണ് അടങ്ങപ്പെട്ടിരിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് വേഗത്തിലൊന്ന് ഓട്ടിച്ചു നോക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സെൻട്രൽ എന്നറിയപ്പെടുന്ന സ്ഥലം. 2, ഹൈഫ എന്നറിയപ്പെടുന്നത്. 3, യെരുശലേം. 4, നോർത്തറൻ. 5, സൗത്തറൻ. 6, ടെല്ലവീവ് എന്നറിയപ്പെടുന്ന ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ യുദ്ധ സമയങ്ങളൊക്കെയും ഗലീല എന്ന് പറയുന്ന ഒരു സ്ഥലം. ഹല്ലേലൂയ. നോർത്തറൻ ഡിസ്ട്രിക്റ്റിനടുത്ത് അകത്തളങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന ഗലീല. ഈ ഗലീലയ്ക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. മറ്റ് 5 ഡിസ്ട്രിക്റ്റുകളെ പോലെ അല്ല ഈ ഗലീല. അല്ലെങ്കിൽ നോർത്തറൻ ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഗലീല എന്ന് പറയുന്നത് ഒരു അപ്രാണി ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പാവപ്പെട്ട ജില്ല മാത്രമല്ല, അതിനകത്തുള്ള ഗ്രാമങ്ങൾ വളരെ സാധാരണക്കാരിൽ താമസിക്കുന്ന സ്ഥലമാണ്. ആരും പോകുവാനോ വരുവാനോ മറ്റ് ക്രമീകരണങ്ങൾ ഒന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ഈ നോർത്തറൻ ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഗലീല എന്ന് പറയുന്നത്. മാത്രമല്ല, അതാത് ദിവസങ്ങളിൽ ഉപജീവിച്ച് തങ്ങളുടെ സ്വസ്ഥതകളെ നടത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഗലീല. ഈ ഗലീലയ്ക്കകത്ത് ഏറെക്കുറെ 20ഓളം പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുകയാണ്. ആ ഗലീലയ്ക്കകത്തുള്ള പട്ടണങ്ങൾ അവയെ നമ്മൾ നോക്കുന്നുവെങ്കിൽ ബൈബിളിന്റെ ഏറ്റവും അവസാന ഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം കഴിഞ്ഞതിന് ശേഷം പാലസ്തീൻ നാട്, യേശുക്രിസ്തു സഞ്ചരിച്ച ദേശം, അപ്പോസ്തലന്മാർ നടന്ന ദേശങ്ങൾ എന്നുള്ള ഇസ്രായേലിന്റെ മേപ്പുകൾ കാണുന്ന കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഭാഗങ്ങളാണ്. ആ
ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലെ പാലസ്തീൻ നാട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഇടവും വലതും തെക്കും പടിഞ്ഞാറുമുള്ള മാർക്ക് കൊടുത്തുകൊണ്ട് ഈ ഭാഗങ്ങൾ ബൈബിളിനകത്ത് തന്നിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. കാരണം ഈ ഇസ്രായേലിലൊന്നും നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലപ്പേരുകളും അതിന്റെ റൂട്ട് മാപ്പുകളൊക്കെയും മനസ്സിലാക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവർ സഞ്ചരിച്ചതും അവർ കഷ്ടപ്പെട്ടതും അവർ അടികൊണ്ടതും അവർ ജയിലിലായതും അതിനെക്കുറിച്ചുള്ള സകല കട്ടതകളെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് വെറുതെ ഒരു പടം തന്നതല്ല കേട്ടോ. നമ്മുടെ ജോസഫ് മാനന്തവാടി ദേവദാസൻ പറഞ്ഞത് വചനം ഇന്നൊരു വിടുതലിന് കാരണമായി തീരുമെന്ന്. അങ്ങനെയാണെങ്കിൽ വചനത്തിനകത്ത് തന്നിരിക്കുന്ന 66 പുസ്തകത്തിനകത്ത് തന്നിരിക്കുന്ന ഒരു പേപ്പർ പോലെ നമുക്ക് കളയാനില്ലെന്നേ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വാക്യം പോലും, ഒരു പ്ലാനും പദ്ധതി റൂട്ട് മാപ്പും സകലതും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേടുകളുടെ മേലും അനുഗ്രഹത്തിലേക്ക് കുതിച്ചുയരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ബൈബിളിലോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഒന്നും കളയാനില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കണം, ഇതെല്ലാം മനസ്സിലാക്കണം. സ്വതന്ത്രം പഴയ കാലത്ത് പാലസ്തീൻ നാടെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ സെൻട്രൽ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ഗലീല ദേശം എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഡിസ്ട്രിക്റ്റിനകത്തുള്ള ഗലീല പട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടണത്തിനകത്തുള്ള 10 പട്ടണങ്ങളെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് കോരസീന, നമ്മൾ ബൈബിളിൽ യേശു പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളാ. കോരസീൻ. 2 കവർനഹൂം. 3 മഗ്ദല. എന്ന് വെച്ചാൽ മഗ്ദലക്കാരത്തെ മറിയ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം താമസിച്ച സ്ഥലമാണ് മഗ്ദല. 4 കാനാവ്. 5 തിബരിയാസ്. 6 നസ്രയത്ത്. 7 നയീൻ. 8 ദെക്കപ്പോലിയ നാടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ദെക്കപ്പോലിയ നാടുകളിലൊക്കെയും ദൈവത്തിന്റെ യേശുവിന്റെ ശ്രുതി പകർന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പോകുന്നത് എന്തെന്നറിയാമോ? എന്റെ സമയം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് വേഗത്തിൽ ഈ മെസ്സേജിന്റെ കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് കമ്പി വാചകം പോലെ പോകുന്നത്. 8 ദെക്കപ്പോലിയ. അടുത്ത നമുക്ക് ആ മാപ്പിനകത്ത് കാണാൻ കഴിയുന്ന ഗലീലയുടെ കടൽ, ഗലീല കടൽ. വാസ്തവം പറഞ്ഞാൽ ഗലീല കടൽ എന്നൊരു കടലില്ല കേട്ടോ. ഞാൻ വ്യക്തമായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഗലീല കടലില്ല, പക്ഷെ കടൽ പോലെ കിടക്കുന്ന തടാകമാണ്. ഗലീലയ്ക്കകത്ത് കടലില്ല, പക്ഷെ നമ്മളെല്ലാം കേൾക്കുന്നത് ഗലീല കടലില്ലെന്നല്ല, ഗലീല തടാകമാണ്. ഈ തടാകത്തിലാണ് പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഇവരെല്ലാം മീൻപിടുത്തക്കാരായിരുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവരാ ഇവരെല്ലാം ഗലീലക്കാരെന്ന് പറയുമ്പോൾ ഈ ഗലീലയുടെ തടാകത്ത് മീൻപിടുത്തത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ ഗലീല തടാകത്തിന്റെ അക്കരെയുള്ള നാടിനെ കുറിച്ചാണ് 9 പറയുന്നത്. ഗലീല തടാകത്തിന്റെ അക്കരെ. അടുത്ത 10 ഗദനദേശം. ഗനസരത്ത് തടാകം. ഗദനദേശത്തെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. കാര്യമെന്താ? ഗദനദേശത്തുള്ള ഭൂതം യേശു കർത്താവ് ഗലീല തടാകത്തിൽ നിന്നും കപ്പൽ സഞ്ചരിച്ച് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ യേശു അക്കരയ്ക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ യേശുവിന്റെ കപ്പലിനെ വെള്ളത്തിനകത്ത് മുക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കി. ഗദനദേശത്തുള്ള പിശാച് സ്വത്രം തടാകത്തിനകത്ത് മുക്കുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ യേശു കാറ്റിനെ ശാസിച്ചു. കടലിനോട് പറഞ്ഞു അടങ്ങുക, അല്ലെങ്കിൽ വെള്ളത്തോട് പറഞ്ഞു അടങ്ങുക. തിര കടല് പോലെ അടിച്ചു കയറുന്ന തലങ്ങളുടെ മേൽ പടകിനെ മുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഗദനദേശത്തെ ഭൂതത്തെ പരാജയപ്പെടുത്തുക മാത്രമല്ല, യേശു ഗദനദേശത്തെ കാൽ വെച്ചു. കല്ലറകളാൽ പാർക്കപ്പെടുന്ന പൈശാച് നാളുകൾ കൊണ്ട് വസ്ത്രം ധരിക്കാതെ വണ്ണം നിന്ദിക്കപ്പെട്ട ഒരു വ്യക്തി നാളുകൾ കൊണ്ട് ഗദനദേശത്ത് കിടക്കുക. ആരാലും അടക്കുവാൻ കഴിയാതെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലം. ഇതെല്ലാം എവിടെയെന്നറിയാമോ? ഗലീലയ്ക്കകത്തുള്ള പട്ടണത്തിനകത്താണ്. കോരസീന ഗലീല പട്ടണം, കവർനഹൂം ഗലീല പട്ടണം, മഥാലിയ ഗലീല പട്ടണം, കാനാവ് ഗലീല പട്ടണം, തിബരിയാസ് ഗലീല പട്ടണം, നസ്രയത്ത് ഗലീല പട്ടണം, നയീൻ ഗലീല പട്ടണം, ദെക്കപ്പോലിയ നാട് ഗലീല പട്ടണത്തിനകത്ത്. അങ്ങനെ 10 പട്ടണങ്ങളാണ്, അറിയപ്പെടുന്ന 10 പട്ടണങ്ങളാണ് ഗലീല പട്ടണത്തിനകത്തുള്ളത്. പക്ഷേ ഈ പട്ടണമൊന്നും മറ്റേ 5 ഡിസ്ട്രിക്റ്റിനകത്തുള്ളവർക്കാർക്കും കേൾക്കുവാനോ ഈ പട്ടണങ്ങൾ സന്ദർശിക്കുവാനോ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടമാണ്. യേശു ക്രിസ്തുവിന്റെ ജനനവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങൾ, ഇന്ത്യയുടെ ഒരു സംസ്ഥാനമാകുന്ന കേരള സംസ്ഥാനത്ത് നല്ല മനോഹരമാകുന്ന സ്ഥലമാണ്. എന്താ പറയുന്നത്? ഈ മൂന്നാർ, അതുപോലെ തന്നെ വയനാട്,
ആമേ സ്തോത്രം. ഇങ്ങനെയുള്ള ഉയർന്ന പ്രദേശങ്ങൾ ആമേ നല്ല മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കേരളം. ആമേൻ ഈ ആമേ സ്തോത്രം സൗത്ത് സൈഡിലുള്ള തിരുവനന്തപുരത്തുള്ള സകല വ്യക്തി ജീവിതങ്ങളും ഞങ്ങൾ സഭയായിട്ട് ടൂർ പോകുവാൻ ആഗ്രഹിച്ച സ്ഥലവും അതാണ്. മനോഹരമായ സ്ഥലം ആമേ സ്തോത്രം. അങ്ങനെ ആമേ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് പോയി കാണുവാൻ ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏത് സംസ്ഥാനത്ത് പോയാലും കാണുവാൻ കഴിയുന്ന ചില സ്ഥലങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും പോയി കാണുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൽ ഈ ആമേ നോർത്തേൺ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആമേ ഈ ഡിസ്ട്രിക്റ്റിനകത്ത് ഗലീല എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് അങ്ങനെ ഒരു മഹിമയില്ല പോയി കാണുവാൻ. ആമേ യഹൂദന്മാരായിക്കൊള്ളട്ടെ, അന്യഭാഷക്കാരായിക്കൊള്ളട്ടെ, യവനന്മാരായിക്കൊള്ളട്ടെ, ആരും അവിടേക്ക് എത്തിയത്തില്ല. കടന്നു പോവാൻ ആഗ്രഹിക്കാത്ത ഒരു പട്ടണമാണ് ആമേ ക്രൈസ്തലോ തിബരിയസ് കടൽ. ആമേ സ്തോത്രം. അതുപോലെ തന്നെ ഗദനദേശം ഇരുൾ മൂടിയ പട്ടണമാണ്. ഭൂതങ്ങൾ മാത്രം ആമേ തേർവാഴ്ച നടത്തുന്ന സ്ഥലം. യേശു ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, അന്ധകാരം പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, സെബുലൂൻ ദേശവും നഫ്താലി ദേശവും ആമേൻ ജാതികളുടെ ഗലീലയും കടൽക്കരയും ഇങ്ങനെ ഇരുളിൽ കിടക്കുന്ന ജനത്തിന് വലിയ വെളിച്ചം ആമേ വീശി. മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും കിടന്നവർക്ക് ജീവൻ വെളിപ്പെട്ടത് എന്ന് വെച്ചാൽ ഈ 10 പട്ടണങ്ങൾ ഞാൻ മുന്നമേ പേര് പറഞ്ഞ് ആമേ നിങ്ങളോട് സംസാരിക്കപ്പെട്ട 10 പട്ടണമുണ്ടല്ലോ, ആമേ യേശു ക്രിസ്തുവിന്റെ വരവിന് മുൻപാകെ ഇരുളിൽ കിടക്കുകയായിരുന്നു, ഇരുൾ വ്യാപരിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഇസ്രായേൽ രാജ്യമെങ്കിലും മറ്റ് 5 സംസ്ഥാനത്തുള്ള ഒരു മനുഷ്യനും അവിടേക്ക് പോകത്തില്ല. അതുകൊണ്ടാണ് ആമേ നമ്മൾ വായിച്ച യോഹന്നാൻ സുവിശേഷം ആമേ 1-ാം അധ്യായം അതിന്റെ 45 മുതൽ വായിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ആമേ സ്തോത്രം, നസ്രയത്തിൽ നിന്നും വല്ല നന്മയും ലഭിക്കുമോ? നമുക്ക് ആ ഒരു വാക്യം ഒന്ന് നോക്കിയേ, ഒന്ന് വായിച്ചേ. ആ 45 വായിച്ചു, 1:45. ഫിലിപ്പോസ് അതിലേറെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശെ പ്രവാചകന്മാരെ എഴുതിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിന്റെ യേശു എന്ന നസ്രയത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നദന്തയിൽ അവനോട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. നോക്കണം, ഈ ഗലീല ദേശത്തിനകത്തൊരു പ്രാന്ത പ്രദേശമാണ് ആമേ സ്തോത്രം നസ്രയത്ത്. ആമേ സ്തോത്രം. അപ്പോൾ ഈ നസ്രയത്തുകാരനായ യേശു മോശയും പ്രവാചകന്മാർ പറഞ്ഞവനെ ഫിലിപ്പോസ് കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ നഥാനിയേൽ ഉടനെ പറഞ്ഞത്, വല്ല നന്മയെ അതിനകത്തുനിന്ന് കിട്ടൂ എന്ന് പറഞ്ഞാൽ ഒരു നന്മയും ഇല്ലാതെ ഇരിക്കുന്ന നസ്രയത്ത്. ഹല്ലേലൂയ. ഒരു അനുഗ്രഹവും ഇല്ലെന്നേ. അതൊരു പഴഞ്ചൊല്ല. ഇസ്രായേലിനകത്ത് അതൊരു പഴഞ്ചൊല്ലായി വ്യാപരിച്ചിരിക്കുക. നസ്രയത്തുകാരനെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഒരു നന്മയുമില്ലാത്ത ഒരു പ്രദേശം. നമ്മുടെ ദേശത്തൊക്കെ അങ്ങനെ ചില പ്രദേശങ്ങളുണ്ടല്ലോ, ചില ശപിക്കപ്പെട്ട പൂർവ്വകാലം മുതലേ ശപിക്കപ്പെട്ട ചില പ്രദേശങ്ങളുണ്ട്. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ചെങ്കച്ചുള്ള, സെൻട്രൽ ചെങ്കച്ചുള്ള എന്നറിയപ്പെടുന്ന ഒരു പട്ടണമാണ്. ആർക്കും അവിടെ കീഴടക്കാൻ കഴിയത്തില്ല, പോലീസുകാർക്ക് പോലും പോകാൻ കഴിയത്തില്ല. ആമേ 100 പ്രാവശ്യം പാസ്റ്റർമാരെ കെട്ടിയിട്ട് തല്ലിയ പട്ടണമാണ്. അങ്ങനെ കാലകാലം കഴിഞ്ഞപ്പോൾ ചെങ്കച്ചുള്ള എന്ന് പറയുന്ന പട്ടണത്തിനകത്ത് ദൈവം ഇടപെട്ടു. ആമേ ഇന്ന് അനേകം പാസ്റ്റർമാർ ആ പട്ടണത്തിനകത്ത് ശുശ്രൂഷ ചെയ്യുക. ഹല്ലേലൂയ. ആമേ ഏതൊരു പട്ടണം, നമ്മുടെ കേരളത്തിനകത്ത് അങ്ങനെയുള്ള ചില പട്ടണങ്ങളുണ്ട്, പാസ്റ്റർമാർക്ക് കയറി ചെല്ലാൻ കഴിയാത്ത പട്ടണം. ആമേ സ്തോത്രം. അപകീർത്തിപ്പെടുന്ന പട്ടണം, അവിടേക്ക് ആർക്ക് കയറാൻ, ആർക്ക് വഴങ്ങാൻ പറ്റാത്ത ആമേ പട്ടണം. അതുപോലെ ഒരു പട്ടണമായിരുന്നു ആമേ സ്തോത്രം ലോത്തിന്റെ സമയത്ത് സോദോം ഗോമറയും. അങ്ങനെ പുറത്തൊരു മനുഷ്യനും അകത്തേക്ക് കയറാൻ കഴിയത്തില്ല. ലോത്ത് നീതിമാന. അതുകൊണ്ട് ലോത്തിന്റെ പട്ടണത്തിനകത്തല്ല ലോത്തിന്റെ ഇരിപ്പ് പട്ടണത്തിന്റെ വാതിക്കലായിരുന്നു. വളരെ ശ്രദ്ധിക്കണമേ, എത്ര കഥവാക്കിയെ നോക്കണം. 2 പെൺകുട്ടികളുടെ അപ്പന, ആമേ സകല വസ്തുക്കളും വകകളും ഉണ്ട്, ആമേ മക്കളെ കെട്ടിക്കുന്ന പയ്യന്മാരുമുണ്ട്. പക്ഷെ ലോത്തിന് പട്ടണത്തിനകത്ത് കയറാൻ കഴിഞ്ഞില്ല. അവന്റെ ഇരിപ്പെല്ലാം പട്ടണത്തിന് പുറത്ത്. കാരണം അവനറിയാം, പട്ടണത്തിനകത്ത് ഞാൻ കയറിയാൽ ആമേ പട്ടണത്തിനകത്ത് ആമേ നടന്ന് നീങ്ങുവാൻ കഴിയാത്ത ഒരു കാലഘട്ടമാ. ആമേ വ്യഭിചാരികളും സ്വഭോഗികളും ആമേ മൃഗത്തെയും മനുഷ്യനെ പോലും വിടാതെ വണ്ണം പാപത്തിന് വേണ്ടി വ്യഗ്രത കൂട്ടുന്ന പട്ടണത്തിൽ എനിക്ക് സഞ്ചരിക്കാൻ കഴിയത്തില്ല. ഒന്ന് പട്ടണത്തിനകത്തുള്ള ഭവനത്തിനകത്ത് ഇരിക്കണം, ഇല്ലെങ്കിൽ പട്ടണത്തിന് പുറത്തിരിക്കണം. എനിക്ക് തോന്നുന്നു രാവിലെ മുഴുവനും പട്ടണത്തിന് പുറത്തും രാത്രി കിടന്നിറങ്ങുവാൻ പട്ടണത്തിനകത്തും വരുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ നമ്മുടെ ദേശത്തും പല പട്ടണങ്ങളുമുണ്ട്, സ്വാതന്ത്ര്യമില്ലാതെ വണ്ണം അപകീർത്തിപ്പെടുത്തുന്ന ആ പട്ടണത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരെ വിലയിരുത്തി കാണിക്കും, വില കുറച്ച് കാണും. ഇനി വേറൊരു രസമുണ്ടെന്നേ, എനിക്കത് മനസ്സിലായതാ. ഞാന് നോർത്ത് ഇന്ത്യയിൽ നിന്നും ആവേശോത്രം ഈ നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് എനിക്ക് പഞ്ചാബിൽ ഫിറോസ്പൂർ പാകിസ്ഥാൻ ബോർഡറിൽ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. അവിടുത്തെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് ദുബായ് പട്ടണത്തിൽ 2018 ലാസ്റ്റ് ദുബായ് പട്ടണത്തിൽ ദൈവാത്മാവ് ഒരു ദർശനം തന്നു. ദുബായിയുടെ 7 എമറേറ്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ
ഞാൻ ഷാർജയിൽ വന്നിരുന്നു കൊണ്ട് 7 പട്ടണത്തിന് വേണ്ടി 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അനന്തരം പ്രൈസലോ ഞാൻ അവിടെ നിന്ന് എനിക്ക് ആദ്യമായി ഒരു മീറ്റിംഗ് കിട്ടിയത് ബുജേറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയൊക്കെ സജിപ്പാസിന് അറിയാം ബുജേറ എന്ന് പറയുന്ന സ്ഥലത്ത്. ആ മീറ്റിംഗ് ഒക്കെ ക്ലിക്കായി, വലിയ അനുഗ്രഹമായി. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങൾ, ദുബായ് പട്ടണത്തിൽ പല സ്ഥലങ്ങൾ, ഷാർജയിലും അതുപോലെ തന്നെ അബുദാബിയിലൊക്കെയും പോകുമ്പോൾ ദൈവദാസന്മാർ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾ ഏത് കേരളത്തിൽ നിന്ന് വരുന്നുവെന്ന് ചോദിക്കും നിങ്ങൾ ഏത് ജില്ലക്കാരനാണ്? ആമേൻ പ്രൈസലോ. തിരുവനന്തപുരം ജില്ലക്കാരനെന്ന് പറയുമ്പോൾ മാസ്റ്ററെ ഞാൻ വിളിക്കാം കേട്ടോ. ആ ദിവസങ്ങൾ എനിക്ക് ഡേറ്റില്ല. ആമേൻ പ്രൈസലോ. തിരക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഒത്തിരി പാസ്റ്റർമാർ എന്നെ അറിയാവുന്ന ഒരു മീറ്റിംഗ് ഒക്കെ ക്ലിക്കാകുമ്പോൾ അവിടുത്തെ ദൈവദാസന്മാരൊക്കെ എന്റെ നമ്പർ വേറെ ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ അവരെന്നെ വിളിക്കും. വിളിക്കുമ്പോൾ പറയും തിരുവനന്തപുരംകാരനെന്ന് പറയുമ്പോൾ പിന്നെ വിളിക്കാറില്ല. എനിക്ക് സീക്രട്ട് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ 3 മാസത്തിന്റെ വിസിറ്റ് വിസയിൽ പോയി. 2 മാസം മാത്രമേ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം എനിക്ക് ഈ കൺവെൻഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് വേഗത്തിൽ വരേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട്. അങ്ങനെ തിരുവനന്തപുരംകാരനെന്ന് പറയുമ്പോൾ ആരും വിളിക്കാറില്ല. എന്നാൽ കൊല്ലംകാരനെന്നോ കണ്ണൂരുകാരനെന്നോ കാസർഗോഡുകാരനെന്നോ ഞാൻ വിളിക്കും. എനിക്ക് പിന്നെയാണ് കാര്യം മനസ്സിലായി. ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തിരുവനന്തപുരംകാരനെന്ന് പറയുമ്പോൾ മാസ്റ്ററെ ആരും വിളിക്കത്തില്ല. കാരണം എല്ലാവരും കരച്ചിലും ബഹളവും കഷ്ടതയും ഇല്ലായ്മയും കുറിച്ച് പറഞ്ഞ് വചനമൊന്നും ആരും പറയില്ല. അതുകൊണ്ട് തിരുവനന്തപുരംകാരൻ എന്ന് പറയുമ്പോൾ അവർ ഓടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന സാരം, ചില ദേശങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനുഷ്യനെ ചെയ്യും അറയ്ക്കപ്പെടുന്ന ഒരവസ്ഥ. അത് ബൈബിൾ മാത്രമേ, നമ്മുടെ ദേശത്ത് മാത്രമല്ല, ബൈബിൾ കാലം മുതലേ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി ചെയ്യുന്ന ചില തെറ്റായിരിക്കും സമൂഹത്തിലെ സകല മനുഷ്യരെയും അതേ കാഴ്ചയാൽ കാണപ്പെടുന്നത്. സ്വത്രം എന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് എന്റെ ഭക്ഷണത്തിനും സ്വത്രം എന്റെ വെള്ളത്തിനും ഒരു കുറവും കർത്താവ് വെച്ചിട്ടില്ലായിരുന്നു. വളരെ സന്തോഷത്തോടെ പോയി, വളരെ സന്തോഷത്തോടു കൂടെ തന്നെ മടങ്ങി വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കും. എനിക്ക് ഈ മിനിസ്ട്രി മീറ്റിംഗ് കിട്ടിയതല്ല, പ്രസംഗിക്കാൻ സഭകൾ കിട്ടിയതല്ല. പക്ഷെ എന്റെ ദർശനം എന്ന് പറയുന്നത് ദുബായിയുടെ പട്ടണത്തിൽ സ്വത്രം കടന്നു ചെന്ന് ആ ദേശത്തിന് വേണ്ടി 7 ദിവസം 7 ഞായറാഴ്ചന് വേണ്ടി ഉപവസിക്കാൻ കഴിഞ്ഞു. അത് എന്റെ ജീവിതത്തിലുള്ള വലിയ ദർശനത്തിന്റെ പൂർത്തീകരണമാണ്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിന് വേണ്ടി 3 ദിവസം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മിഷണറി ശുശ്രൂഷകനായിട്ട് ഈ കാലഘട്ടത്തിൽ സ്വർഗം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. 28 സംസ്ഥാനത്തിൽ 24 സംസ്ഥാനത്തിനും പോയി 3 ദിവസം വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ സ്വർഗമിടയാക്കി. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ 2026 ഇനി 4 സംസ്ഥാനങ്ങൾ ബാക്കി വന്നിരിക്കുക. 28 സംസ്ഥാനത്തിൽ സ്തോത്രം 8 സംസ്ഥാനത്തിൽ 24 സംസ്ഥാനം കഴിഞ്ഞു. ഇനി 4 സംസ്ഥാനം 2026 ഏപ്രിൽ മാസം ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഇത് കഴിയുമ്പോൾ 2008 ദൈവം എന്നെ ഏൽപ്പിച്ച ഭാരമേറിയ ദർശനത്തിന് വിലശീലവയും. അതിനുശേഷം ഈ പോയ പട്ടണത്തിൽ, ഈ പോയ സ്റ്റേറ്റിലുള്ള എല്ലാ ദൈവദാസന്മാരെയും ഞങ്ങളുടെ പട്ടണത്തിൽ വിളിച്ചു വരുത്തി അവരെ ആദരിക്കുന്ന ഒരു വലിയ ഒരു ശുശ്രൂഷ സ്വത്രം ഏറെക്കുറെ അവരുടെ യാത്ര സകല ചെലവും നടത്തുന്ന ഒരു ശുശ്രൂഷ ഞാൻ ആത്മാവിൽ കണ്ടതാണ്. ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുവാൻ ഒരു രൂപ പോലും ഞാൻ കാണാതെ സ്വർഗം എന്നെ നടത്തിയെങ്കിൽ, 24 സംസ്ഥാനത്തിനും പോകുവാൻ സ്വർഗം എന്നെ ഇടയാക്കിയെങ്കിൽ 2026 സമാപന ദേശമായിരിക്കുന്ന സംസ്ഥാനങ്ങളാകുന്ന ഗോവ, കർണാടക, സ്വത്രം തമിഴ്നാട്, കേരളം. കേരളത്തിന്റെ ഒരു പ്രത്യേകത, കേരളം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ 14 ജില്ലയിൽ, ഓരോ ജില്ലയിൽ കടന്നുപോയി 3 ദിവസം ഉപവസിക്കണമെന്നുള്ള ആഗ്രഹമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ, ഓരോ സംസ്ഥാനത്ത് പോകുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ജില്ലകൾക്കായി 3 ദിവസം ഉപവസമെങ്കിലും കേരളത്തിന്റെ 14 ജില്ലകളിൽ ഓരോ ജില്ലയിൽ നമ്മൾ 3 ദിവസം വെച്ച് പ്രാർത്ഥിക്കും. ആ ഒരു ദർശനമാ ദൈവം തന്നിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുകയാണ്. കാരണം ഇപ്പോൾ തന്നെ പലവിധമായിട്ടുള്ള അസ്വസ്ഥതകളും ശാരീരിക ബലഹീനതകളും ക്ലേശങ്ങളും ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഓർക്കുന്നില്ല. കർത്താവ് തന്ന ദർശനം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ഓടുകയാണ്. ഞാൻ പറഞ്ഞു വന്ന സാരം, ഇതുപോലെ അപകീർത്തിപ്പെടുത്തുന്ന പട്ടണങ്ങൾ, ദേശങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അതും കൂടി നമുക്ക് കേൾക്കണമല്ലോ. ഈ ഗലീലെ കാനാവ്, കാനാവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താണ്? കാനായിൽ ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും അവിടെ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാനായിൽ, നമ്മുടെ ദേശത്ത് ഒരു കല്യാണം നമ്മൾ നടത്തുമ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ പരിണാമഫലമായി സജിപ്പാസ്റ്ററുടെ ഇളയ മകളുടെ വിവാഹം നടന്നു. അവർ ക്ഷണിക്കപ്പെട്ടു. ഇത്ര ആൾക്കാരെ ക്ഷണിക്കപ്പെട്ടു, അത്ര പേരും വന്നു. അവർ ഇത്ര ലെറ്റർ അടിച്ചില്ലേ, 500 1000 ആയിക്കൊള്ളട്ടെ. നമ്മൾ ക്ഷണിക്കുന്ന ആൾക്കാരെ
അടിക്കുന്ന ലെറ്റർ അനുസരിച്ചാണ് ആൾക്കാരെ ക്ഷണിക്കുന്നത്. സ്തോത്രം. ഏതൊരു വിവാഹവും അങ്ങനെയാണല്ലോ. സ്തോത്രം. നമ്മൾ എത്ര ആൾക്കാരാണ് വിളിക്കുന്നത്, അത്രയും ആൾക്കാർക്കുണ്ടാകുന്ന ലെറ്റർ അടിക്കും. ലെറ്റർ അടിക്കുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ ആദ്യം സ്തോത്രം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണക്കാരെയാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് 500 പേർക്ക് ഭക്ഷണം ഒരുക്കണം. 500 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പാചകക്കാർ പറയും, ശരി 500 പേരുടെ ഭക്ഷണമെങ്കിൽ 500 അല്ലെങ്കിൽ 600 100 പേർക്ക് എക്സ്ട്രാ കൊടുക്കാൻ കഴിയും. 5 പേരുടെ ലെറ്റർ അടിക്കുന്നുണ്ടെങ്കിൽ 100 പേർക്ക് എക്സ്ട്രാ. ചിലർ പറയും 200 പേർക്കും കൂടി കൊടുക്കാം. അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. ഞാൻ പറഞ്ഞു വന്ന സാരം, ഇത്രയും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടല്ലേ നമ്മളൊരു വിവാഹം നടത്തുന്നത്. സ്തോത്രം. എന്നാൽ കാനായിലെ കല്യാണത്തിനും ഇതുപോലെ തന്നെ വേറെ വിശേഷതയൊന്നുമില്ല. നമ്മുടെ വിവാഹം പോലെ തന്നെ സ്തോത്രം. നമ്മളിവിടെ ചിക്കൻ ബിരിയാണിയും മന്തിയും കുഴിമന്തിയൊക്കെ കൊടുക്കുന്നുവെങ്കിൽ അവിടെ അവർ പ്രധാനമായി കൊടുത്തുകൊണ്ടിരുന്നത് വീഞ്ഞായിരുന്നു. എന്നാൽ സ്തോത്രം ഒന്ന് ആലോചിച്ച് നോക്കണമേ. ഇടയ്ക്ക് സ്തോത്രം കൊല്ലത്തോ കോട്ടയത്തോ ഏതൊരു കല്യാണത്തിന് പപ്പടം തീർന്നു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര അടി നടന്നു. കല്യാണം മുടങ്ങി, പ്രശ്നമായി. വാർത്തയിൽ യൂട്യൂബിലൊക്കെ വന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഒരു പപ്പടത്തിന്റെ പേരിൽ. അപ്പൊ അവിടുത്തെ പ്രാധാന്യ ശുശ്രൂഷ എന്തായിരുന്നു? പപ്പടമായിരുന്നു. പപ്പടം കിട്ടാതെ വന്നത് കൊണ്ട് അടി നടന്നു. ചെക്കന്റെയും പെങ്കൊച്ചിന്റെയും വീട് അടി നടന്നു. കല്യാണം മുടങ്ങുന്ന രീതിയിൽ ഒരു പപ്പടം പേരെടുത്ത ഒരു കാലഘട്ടമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ കാനായിലെ അല്ലെങ്കിൽ ഗലീലയിലെ കാനായിലെ കല്യാണത്തിന് പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ് എന്താ? വീഞ്ഞായിരുന്നു. യഹൂദന്മാരുടെ കല്യാണത്തിന്റെ പ്രധാനം വീഞ്ഞ. 500 പേരെ അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ 500 പേർക്കുള്ള വീഞ്ഞ് അവർ കണ്ടെത്തിയിട്ട് മാത്രമേ വിളിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഒന്ന് സ്വതന്ത്രം ചെയ്യാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇവിടെ പന്തിയിൽ ആൾക്കാർ ഇരുന്ന് തുടങ്ങുമ്പോൾ തന്നെ വീഞ്ഞ് തീർന്നു പോയി. വളരെ മനസ്സിലായിക്കൊള്ളണം. കാനായിയുടെ പ്രത്യേകത അതാണ്. എത്ര തന്നെ അറേഞ്ച്മെന്റ് പക്കയായാലും പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അറേഞ്ച്മെന്റ് എല്ലാം ക്രമക്കെടും. അതാ ദേശത്തിന്റെ പ്രത്യേകതയാണ്. ആൾക്കാരെ അപവാദം പറയുന്ന തലങ്ങളുടെ മേൽ കാന മാറുകയാ. സന്തോഷത്തിന്റെ ഭവനം വീർപ്പുമുട്ടിന്റെ ഭവനമായി മാറുകയാ. ചെക്കന്റെയോ പെണ്ണിന്റെയോ കല്യാണം ആരെയെന്ന് അറിയത്തില്ല. കാനായിലെ കല്യാണം എന്നത് പെങ്കൊച്ചിന്റെയാണോ ആങ്കൊച്ചിന്റെ എന്ന് അറിയത്തില്ല. നമുക്കൊരു പേരങ്ങിടാം, പെങ്കൊച്ചിന്റെ തന്നെ ഇരിക്കട്ടെ. ഉത്തരവാദിത്തം മുഴുവനും പെങ്കൊച്ചിന്റെ കുടുംബത്തിലാണല്ലോ കൂടുതലും സംഭവിക്കുന്നത്. സ്തോത്രം. അങ്ങനെ പെങ്കൊച്ചിന്റെ അപ്പൻ സ്തോത്രം വളരെ സന്തോഷത്തോടുകൂടെ വീഞ്ഞൊക്കെ കൊടുത്ത് മുന്നോട്ട് വെക്കൊണ്ടിരിക്കുമ്പോഴാ ആരോ പറഞ്ഞു, അയ്യോ വീഞ്ഞ് അങ്ങ് തീറുകയാ. വീഞ്ഞ് ബുദ്ധിമുട്ട് വന്നു, പ്രശ്നമായി. വാർത്ത മറിയുടെ അടുക്കിലേക്ക് എത്തി. മറിയ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വാർത്ത കൊണ്ടെത്തിച്ചു. പിന്നെ നടന്നതൊക്കെ നമുക്കറിയാലോ. വീഞ്ഞിന്റെ മഹിമയല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ദേശത്തിന്റെ പ്രത്യേകതയാണ്. ദേശത്ത് നീ എത്ര സ്ത്രീധനം ഒരുക്കി വെച്ചാലും കൊടുക്കാൻ സമയമാകുമ്പോൾ സ്വത്രം 1 ലക്ഷമെങ്കിലും കുറയും. 1 ലക്ഷം നിങ്ങൾ ഒരുക്കി വെക്കുന്നുവെങ്കിൽ അതിന് 10,000 രൂപ കുറയും. സ്വന്തം നിങ്ങൾ എത്ര എണ്ണി തിട്ടപ്പെടുത്താൻ നോക്കിയാലും 10,000 കാണാൻ കഴിയത്തില്ല. ഇനി എല്ലാ ക്രമീകരണം ഒരുക്കി സ്വന്തം ചോറും കറിയെല്ലാം ഒരുക്കി കൊടുക്കാൻ സമയമാകുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്ന ചോറും കറിയിൽ ഉപ്പില്ലാതെ പോയി. സ്വന്തം എന്തെങ്കിലും ഒരു കുറവ് വരുത്തും. ഇതാ ദേശത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ദേശത്ത് ഇരുൾ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് വരെ ചരിത്രങ്ങളുടെ അടികൂടാതെ ഒരു കാര്യവും കാനായിക്കൊള്ളട്ടെ, സ്വത്രം കവർഹുമായിക്കൊള്ളട്ടെ, സ്വത്രം നയീനായിക്കൊള്ളട്ടെ, ബത്സൈദ ആയിക്കൊള്ളട്ടെ, തിബരിയസ് ആയിക്കൊള്ളട്ടെ, സ്വത്രം ഏത് പട്ടണമായാലും ഗലീലയുടെ പ്രത്യേകത അവർ എത്ര കാലം കൊണ്ട് ഉരുക്കൂട്ടി വെക്കുന്ന സകലതും പ്രധാന സംഗതി കടന്നു വരുമ്പോൾ സകലതും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലോട്ടങ്ങ് പോകുകയായിരുന്നു. പോകാനുണ്ടാകുന്ന കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗലീലയെ പഠിക്കാം. വേഗത്തിലൊരു വാക്യമെടുത്ത ഈ ഗലീലയുടെ പ്രത്യേകത, ഈ ഗലീലയ്ക്കകത്ത് ഇത്രയും അപകീർത്തി വരുന്ന കാര്യമെന്താ? വല്ല നന്മയും അതിനകത്തുണ്ടോ എന്ന് ഗലീലയ്ക്കകത്തുള്ള നസ്രത്തിനെ കുറിച്ച് പറയാനുണ്ടാകുന്ന സംഗതി എന്താ? ഇത്രയും 10 പട്ടണങ്ങളിൽ അപകീർത്തി വരാനുണ്ടാകുന്ന സംഗതി എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഗലീല എന്തെന്ന് പഠിക്കണം. വേഗത്തിലെടുക്കാം. സ്വത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 10ഉം 11ഉം ഒന്ന് വായിച്ചേ. സ്വത്രം. വേഗത്തിൽ വായിച്ചേ. എന്റെ സമയം കഴിഞ്ഞോ? ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം പണിത ശേഷം സോർ രാജാവായ ഹീര ശലോമോൻ അവന്റെ ഇഷ്ടം പോലെ ഒക്കെയും ദേവദാരിയും സരളംബരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിലെ ഗലീല ദേശത്തെ 20 പട്ടണം കൊടുത്തു.
മതി നോക്കണേ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ശലോമോൻ രാജാവ് തന്നെ രാജ്യം പണിയുന്ന സമയത്ത് സ്വത്രം ഹീരാം രാജാവ് സ്വത്രം ഹല്ലേലൂയ സോർ ദേശത്തിലെ രാജാവാകുന്ന ഹീരാം, ഇത് ശലോമോനും ഹീരാം തമ്മിലുള്ള ബന്ധമല്ല. സ്വത്രം ശലോമോന്റെ പിതാവാകുന്ന ദാവീദും ഹീരാമിന്റെ അപ്പനും തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഹീരാം രാജാവിന്റെ അപ്പൻ രാജാവാകുന്ന രാജാവ് ദാവീദിന് ഇഷ്ട മനുഷ്യനായിരുന്നു. ദാവീദിന് വേണ്ടുന്ന സാമ്പത്തികവും വെള്ളവും പൊന്നും തനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഹീരാമിന്റെ പിതാവ് ചെയ്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തിൽ അവർക്കൊരു സഖ്യത ഉണ്ടായിരുന്നു. സ്വത്രം നിന്റെ മകന്റെ കാലഘട്ടത്തിലും ഞങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല, ദാവീദേ നിനക്ക് വേണ്ടുന്നതെല്ലാം എന്റെ രാജ്യത്ത് നിന്ന് ചെയ്തു കൊള്ളാമെന്നുള്ള സഖ്യത ഉള്ളത് കൊണ്ട് ഇവരുടെ രണ്ടപ്പന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു. മകന്മാരുടെ മക്കളുടെ കാലഘട്ടം കടന്നു വന്നപ്പോൾ അവർ ആ ബന്ധം പിന്നെയും പുലർത്തി. ദാവീദിനോട് പറഞ്ഞതുപോലെ തന്നെ ദാവീദിന്റെ കാലത്ത് നടക്കാതെ തന്റെ മകൻ ശലോമോന്റെ കാലഘട്ടത്തിൽ ആലയത്തിന് അടിസ്ഥാനം ഇടുമ്പോൾ ആ അടിസ്ഥാനത്തിന് വേണ്ടുന്ന സകലതും സോർ ദേശത്തിൽ നിന്നും ഹീരാം രാജാവ് പൊന്നും മരവും സകലതും കൊടുത്തപ്പോൾ അതിനൊരു പ്രത്യുപകാരമായിട്ട് ശലോം രാജാവ് ഗലീല ദേശത്തിലെ 20 പട്ടണം ഹീരാം രാജാവിന്റെ തലയിലെടുത്ത് വെച്ചു കൊടുത്തു. മനസ്സിലായിക്കൊള്ളാം. ഈ പട്ടണം കാലകാലങ്ങൾ കൊണ്ട് തരിശുഭൂമിയായി കിടക്കുകയാ. എങ്ങനെയെങ്കിലും ശലോമോന്റെ രാജ്യത്തിൽ നിന്ന് ഈ പട്ടണം കണ്ടവന്റെ രാജ്യത്തിലേക്ക് പോകട്ടെ. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഇങ്ങോട്ട് എടുത്തിട്ട് കന്യാകുമാരി വിട്ടുകൊടുത്തതുപോലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു. സ്വത്രം കന്യാകുമാരിയും കൂടി നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ടൂറിസ്റ്റ് മേഖലകളിൽ നമ്മുടെ കേരളത്തിന് സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു അറിയാമോ? മലബാർ വിട്ടുകൊടുത്തിട്ട് സ്വത്രം കന്യാകുമാരി തമിഴ്നാട്ടിലേക്ക് വിട്ടുകൊടുത്തതുപോലെ ശലോമോൻ രാജാവ് സ്വത്രം ചിന്തിച്ചു, എടാ ഈ ഗലീല പട്ടണം യവന്റെ തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ യവൻ അതിനെന്ത് ചെയ്യും? ആ പട്ടണത്തേക്ക് നന്നാക്കി അവന്റെ രാജ്യത്തോടു കൂടെ ചേർത്ത് കൊള്ളുമെന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ എന്ത് ചെയ്തറിയുമോ? സോർ ദേശത്തിൽ നിന്ന് ഹീരാം രാജാവ് ദാവീദിന്റെ മകനായ ശലോമോൻ കൊടുത്ത പട്ടണം കാണാൻ വളരെ ഗംഭീര പ്രൗഢിയോടുകൂടി ഗലീലേക്ക് വന്നപ്പോൾ താൻ കണ്ടത് അത്ഭുതകരമായി താഴെ എഴുതിയിരിക്കുന്നത് വായിച്ചേ. 11 വായിച്ചേ. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. എന്നാൽ അവ അവന് ബോധിച്ചില്ല. സഹോദരൻ, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് അവൻ പറഞ്ഞു. ഹീരാം രാജാവ് സോർ ദേശത്ത് നിന്ന് കടന്നു വന്നു. ശലോമോൻ കൊടുത്ത പട്ടണം കാണാൻ 10 പട്ടണമല്ലേ കൊടുത്തത്? എന്ത് ബഹുമതി പറയാ കൊടുത്തതെന്ന് അറിയാമോ? അത് കാണാൻ വേണ്ടി വന്നപ്പോൾ ഹീരാം രാജാവിന്റെ കണ്ണ് തള്ളിപ്പോയി. താൻ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഒരു സഹോദര പ്രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഹീരാം രാജാവ് വിളിച്ചത്, സഹോദര ശലോമോനെ, നീ എന്നോട് എന്താ ഇത് ചെയ്തത്? സ്വത്രം തനിക്കത് ബോധിച്ചില്ല. നീ ഇതെന്താ എനിക്ക് ചെയ്തത്? ഇതിന് ഇന്നുവരെ ഒരു പേർ വീണ് കിടക്കുന്നു, കാബൂൾ ദേശമെന്ന്. അതിന്റെ അർത്ഥം ഒരു പ്രയോജനമില്ലാത്ത പട്ടണം, ഒരു പ്രയോജനമില്ലാത്ത പട്ടണമായത് എന്നുള്ള അതിന്റെ കാഴ്ച ഹീരാം രാജാവിന് ബോധിച്ചപ്പോൾ ഇവരുടെ അപ്പന്റെ കാലം മുതൽ ഒരു സഖ്യത ചെയ്തിരിക്കുന്നത് കൊണ്ട് ശലോമോനുമായിട്ട് പിണങ്ങുവാൻ താല്പര്യമില്ലാത്ത ഹീരാം എന്ത് ചെയ്തെന്നറിയാമോ? ഹീരാമിന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ നോക്കിയ തന്ത്രത്തെ തിരിച്ചങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ എന്ന് മനസ്സിലായി 20 വെള്ളിയും താലന്തൊക്കെ കൊടുത്തുകൊണ്ട് ഈ ദേശം തിരിച്ച് ശലോമോന് കൊടുക്കുകയും കുറച്ചുകൂടി പണവും കൂടി കൊടുത്ത് ഒരു രീതിയിൽ ഒന്നും അവിടെ നട്ടാൽ ഉണ്ടാകത്തില്ല. ഒരു പ്രയോജനമില്ലാതെ കാബൂളായി വീണ് കിടക്കുന്ന, ഇരുൾ വീണ് കിടക്കുന്ന പട്ടണമായി കിടക്കുന്നത് കൊണ്ട് ആ കാലം മുതലേ ഇത് കാബൂളായി കിടക്കുകയാണ്. പ്രയോജനമില്ലാതെ കിടക്കുകയാ. കാലകാലങ്ങൾ കൊണ്ട് പ്രയോജനമില്ലാതെ കിടക്കുകയാ. ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് തന്റെ ബുദ്ധി കൊണ്ട് സ്വത്രം അതിനെ നേരെയാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ശലോമോൻ തന്റെ ജ്ഞാനം കൊണ്ട് ഗലീലെ നേരെയാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഹീരാം രാജാവുണ്ടല്ലോ സ്വത്രം താൻ പണം കൊടുത്ത് നേരെയാക്കാൻ നോക്കിയിട്ട് നടക്കാതെ ഇരുന്ന പട്ടണം കാബൂളായി വീണ് കിടക്കുകയാണ്. ഈ കാബൂളായി കിടക്കുന്ന പട്ടണമാണ് ഹീരാമിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കിയത്. അവിടെ 20 പട്ടണം കൊടുത്തതിൽ 10 പട്ടണത്തിന്റെ പേരുകളാണ് നമ്മൾ വായിച്ചത്. അതിന്റെ പ്രധാന 2 പട്ടണമാണ് സ്വത്രം നസ്രയത്തും കാനാവും.
ഹല്ലേലൂയ. ഇതെങ്ങനെയാണ് കാബൂളായത്? ഒരു വാക്യം കൂടി വായിച്ച് എന്റെ സമയം കഴിഞ്ഞു കേട്ടോ. ഒരു വാക്യം കൂടി വായിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയൂ ഇതെങ്ങനെയാ കാബൂളായത്. അതും കൂടി കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സംഗതി മനസ്സിലാകത്തുള്ളൂ. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി. ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടായി. അവൻ അതിൽ വീണ്ടും കുളിച്ച് ലംഘിച്ച് പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു. ഹനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് തന്റെ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു.